ചെയ്തു. ആ വർക്കിന് വിളിച്ചിട്ട് രാത്രിയായ നീ വീട്ടിലെത്തണമെന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വിളിക്കണമെന്നും നീ മറ്റുള്ളവരുടെ അടുത്തൊക്കെ കൂട്ടുണ്ട്, നീ എല്ലാവരുടെ മുമ്പിൽ നീ എന്നെ സാറേന്ന് വിളിച്ചിട്ടൊന്നും ഞാൻ ചീഫായിട്ട് നിന്നെ കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം? ഒരു സ്ത്രീ വർക്ക് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് പിന്നെ അയാൾക്ക് എന്ത് ഉപകാരമാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്? വീട്ടിലെത്തിയിട്ട് മെസ്സേജ് ഇട്ടോളൂ, പിന്നെ ഫ്രീ ആകുമ്പോൾ വിളിക്കണം. ഇത് ശരിയാവണ അവസ്ഥയല്ല. നീ എൻ്റെ അടുത്ത് മാത്രം സംസാരമില്ല, ഇന്നെ സാറൊന്ന് വിളി മറ്റുള്ളവരുടെ കൂടെ. ഞാൻ ചീഫായി എന്നിട്ട് എനിക്കെന്ത് ഉപകാരം? നടക്കണ അവസ്ഥയല്ല. എന്തായാലും ഫ്രീ ആകുമ്പോൾ വിളിക്കും. ഞങ്ങൾ പ്രതികരിച്ചതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത്. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നതല്ല പ്രാവർത്തികമാക്കുന്നത്, അതൊരു കാര്യം. അവരുടെ കേസിലെ പ്രതികൾ അവരെ സംരക്ഷിക്കുന്നുണ്ട്. ഫെഫ്ക 2 lakh ആക്കിയിട്ടുണ്ട്, അത് അടച്ചാലേ കാർഡ് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, ഇംഗിതത്തിന് വഴങ്ങിയില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് കാണില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ പുറത്ത് മീഡിയയിൽ സംസാരിച്ചു. അതാണ് ഇവർ എന്നിൽ കണ്ടെത്തിയ കുറ്റം, എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ. പിന്നെ നമുക്ക് വർക്ക് തന്നാലും തന്നില്ലെങ്കിലും 1 വർഷത്തിനുള്ളിൽ 2 ലക്ഷം രൂപ അടയ്ക്കണം. നമസ്കാരം. ഓൾ കേരള സിനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ ഓഫീസിന് മുമ്പിൽ 3 യുവതികൾ രാവിലെ 10 മണി മുതൽ നിരാഹാര സമരം തുടരുകയാണ്. എന്താണ് അവരുടെ ആവശ്യമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് പേര്? എൻ്റെ പേര് രോഹിണി. രോഹിണി, എന്താണ് നിങ്ങളിവിടെ ഇങ്ങനെ ഒരു നിരാഹാര സമരം ഇരിക്കാൻ കാരണം? ഞങ്ങൾ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴിലില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ മുന്നേ അബ്യൂസുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ പ്രതികരിച്ചതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത്. എനിക്ക് ഈ അടുത്ത് ഞാൻ മീഡിയയിൽ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതിന് എനിക്ക് ഷോക്കോസ് നോട്ടീസ് തരികയും എന്നെ പുറത്താക്കാനുള്ള കാര്യങ്ങളും കുറച്ച് നോക്കിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തക മനീഷ, നമുക്ക് ഇപ്പം ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിൽ ആകെ കൂടിയിട്ട് 2 സ്ത്രീകൾക്ക് മാത്രമാണ് കാർഡ് കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് കാർഡ് കൊടുക്കാൻ താല്പര്യമില്ല, ആണുങ്ങൾക്കാണ് കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കാർഡ് കൊടുത്തിട്ട് അതിലെ കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചീനെ സസ്പെൻഡ് ചെയ്തു. ആ ചേച്ചിയുടെ തൊഴിലില്ലാതാക്കി. ഇപ്പോൾ FIR ഇട്ടിട്ടുള്ള എല്ലാ പ്രതികളെയും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹം അത് ഏത് ലോക്കറിൽ വെച്ച് പൂട്ടിയേക്കുന്നതാണെന്ന് നമുക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല അതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നതല്ല പ്രാവർത്തികമാക്കുന്നത്, അതൊരു കാര്യം. പിന്നെ FIR ഇട്ട എല്ലാ മേക്കപ്പ് അസിസ്റ്റൻസുകളും മേക്കപ്പ് ചീഫുകളും ഒരുപാട് വർക്കിലാണ്. ഇപ്പോൾ എല്ലാവരും വർക്കിലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വർക്കില്ലാണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ അത്രയും അവസ്ഥ വളരെ മോശമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കാൻ കാരണം. ഞങ്ങൾക്കൊരു നീതിന്യായം കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ തുടരും. നിങ്ങൾക്ക് ഇവിടെ എന്താണ് ജോലി? ഞങ്ങളിവിടെ ഹെയർ സെക്ഷനാണ്. ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് കാർഡ് തന്നിട്ടില്ല ഫെഫ്ക. ഞങ്ങൾക്ക് ഹെയർ ഡ്രസ്സറായിട്ടുള്ള കാർഡാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് ഇവർ നമുക്ക് ജോലി തരുന്നില്ല. കാരണം നമുക്ക് 1 വർഷത്തെ, ഞാനൊരു ടെമ്പററി മെമ്പേഴ്സായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 1 വർഷത്തേക്കുള്ള എമൗണ്ട് അടച്ചിട്ട് നമ്മൾ തൊഴിൽ ചോദിക്കുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുക. നമ്മളിപ്പോൾ ഇവരുടെ അനുവാദം ഇല്ലാതെ ആരുടെയും കാലെ പിടിച്ചോണം ജോലി അവിടെ ചെയ്യുമ്പോൾ അവിടെ വന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇറങ്ങിക്കോളണം, അവിടെ നിൽക്കാൻ പോയി. അപ്പം ഞങ്ങൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചേക്കുന്നത്? ഞാൻ 1 വർഷത്തേക്ക് ടെമ്പററി ആയിട്ട് 10,000 വെച്ചിട്ട് അടച്ചേക്കുന്നത്. അങ്ങനെ 3 വർഷത്തേക്ക് 30,000 രൂപ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്നൊരു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു, 35 കഴിഞ്ഞാൽ പിന്നെ ഈ കാർഡ് കൊടുക്കത്തില്ല. അപ്പോൾ ആ സിസ്റ്റം എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ 2 ലക്ഷമാണ് ഇവർ ആക്കിയിരിക്കുന്നത് കാർഡിന്. 2 ലക്ഷം അടച്ചാൽ മാത്രമേ തൊഴിൽ ചെയ്യാൻ പാടുള്ളൂ. അതും നമ്മൾ കണ്ടെത്തണം, അവർ നമുക്ക് തരത്തില്ലെന്ന് പറയുന്ന. പൈസ അടച്ച ശേഷം നമ്മൾ സ്വയം ജോലി കണ്ടെത്തണമെന്ന് അവർ പറയുന്നത്. തരത്തില്ല. അങ്ങനെയാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ രീതി അവരെ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ 2 ലക്ഷം വാങ്ങിച്ചെങ്കിൽ നിങ്ങൾ തന്നെ തൊഴിൽ കണ്ടെത്തണം. പിന്നെ ഇപ്പോൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. പിന്നെ നമ്മളെ ഇവിടെ FIR ഇട്ട കേസിലെ പ്രതികൾ അവരെ സംരക്ഷിക്കുന്നുണ്ട് ഫെഫ്ക. നമ്മളത് ചോദിച്ചു, അതിനുള്ളൊരു നടപടി അവർ ആക്ഷൻ എടുക്കുന്നില്ല. അവർ ഇത് കണക്ക് തന്നെയാണ്. മീൻസ് പൈസ മേടിച്ചിട്ട് 1 ലക്ഷമായിരുന്നു എനിക്ക് കാർഡ് എടുക്കുന്ന സമയത്ത്.
അപ്പം ഞാൻ അതിലൊരു 35 ആണ് അടച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഞാൻ ആകെപ്പാട് ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ 2 വർഷം കഴിഞ്ഞു കാർഡ് എടുത്തിട്ട്. അപ്പോൾ ഒരു സിനിമയാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നതെന്ന് പറയാനും, ബാക്കിയെല്ലാം കുറേശ്ശെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഹെയറിന് 2 ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ എൻ്റെ കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞു, അപ്പോൾ 2 ലാക്ക് ആക്കിയിട്ടുണ്ട്, അത് അടച്ചാലേ കാർഡ് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, ഈ വർക്ക് കിട്ടാണ്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുക? നിങ്ങൾ വർക്ക് തരേണ്ട, വർക്ക് തരാതെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പേയ്മെൻറ്റ് തരിക? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ മേക്കപ്പിൻ്റെ ചീഫന്മാരാണെങ്കിൽ തന്നെയും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം എന്താ പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അടിമകളെ പോലെ പണിയെടുപ്പിക്കുക, മോശമായ രീതിയിൽ നമ്മളെക്കുറിച്ച് സംസാരിക്കുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഈ 2 ലക്ഷം നിങ്ങൾ കൊടുക്കുന്നു, ഒരു സിനിമയിൽ നിന്ന് എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക? നമുക്കൊരു ബാറ്റയുണ്ട്. ഒരു ദിവസം 1753 രൂപയാണ് നമ്മുടെ ബാറ്റ. അതായത് രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 9:30 വരെ നിന്ന് വർക്ക് ചെയ്യണം. ഇവർ പറയുന്ന ഇത്രയും നമ്മൾ അടിമകളെ പോലെ പണിയെടുത്തിട്ട് നമുക്ക് കിട്ടണ പേയ്മെൻറ്റ് അതാണ്. നമുക്ക് ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്, വർക്കില്ലാണ്ട് നിൽക്കുന്ന സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കൂടിയിട്ട് നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മളെ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന്, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഹെയർ സ്റ്റൈലർമാരിനെ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ഇംഗിതത്തിന് എല്ലാവരുടെ കാര്യമല്ല പറയണേ, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇംഗിതത്തിന് വഴങ്ങിയില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് കാണില്ല. അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല. 2022 കംപ്ലയിൻറ്റ് കൊടുത്ത ആളാണ് ഞാൻ. 22 കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇവിടുന്ന് ഫെഫ്കയിൽ സീമ ഹരിദാസ്, ജോയിൻറ്റ് സെക്രട്ടറി സീമ ഹരിദാസും CT റോഷിദ് ഇവരെല്ലാവരും എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് ഇറങ്ങി. ഈ മേക്കപ്പ് യൂണിയനിൽ നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് 2022. അതിനുശേഷം ഞാൻ കാർഡ് എടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ പുറത്ത് മീഡിയയിൽ സംസാരിച്ചു. അതാണ് ഇവർ എന്നിൽ കണ്ടെത്തിയ കുറ്റം, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ. അപ്പോൾ എനിക്ക് ഷോക്കോസ് നോട്ടീസ് അയച്ചു. അപ്പോൾ വിക്ടംസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഇപ്പോൾ എന്ത് ആക്ഷൻ എടുത്താലും നോഡൽ ഓഫീസർ കേസ് എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഓൾ കേരള മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിൽ എതിരെ കേസ് എടുത്തിട്ടുണ്ട്, നോഡൽ ഓഫീസർ കേസ് എടുത്തിട്ടുണ്ട്. പുറമെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞങ്ങളെ സെപ്പറേറ്റ് യൂണിയനാക്കി എല്ലാ സ്ത്രീകൾക്കും ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ട് എല്ലാ സ്ത്രീകൾക്കും വർക്ക് കിട്ടാം. ഇന്ന് ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപയാണ് ഒരു കുട്ടിയുടെ നിന്ന് മേടിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 51,200 രൂപ ഫസ്റ്റ് അടയ്ക്കണം പേയ്മെൻറ്റ്. പിന്നെ നമുക്ക് വർക്ക് തന്നാലും തന്നില്ലെങ്കിലും 1 വർഷത്തിനുള്ളിൽ 2 ലക്ഷം രൂപ അടയ്ക്കണം. ഞാൻ ഇവരുടെ അടുത്ത് കണക്ക് ചോദിച്ചു. ഞാനൊരു അംഗമായതുകൊണ്ട് തന്നെ ഞാൻ കണക്ക് ചോദിച്ചു. ഈ കണക്ക് ഇവർ നമുക്ക് തരുന്നില്ല, അതിനുള്ള റിപ്ലൈ ഇല്ല. ബൈലോ ചോദിച്ചപ്പോൾ എൻ്റെ യൂണിയനിലത്തെ ഞാനൊരു അംഗമായിട്ട് ബൈലോ ചോദിച്ചപ്പോൾ എന്നെ പേഴ്സണലി വിളിച്ച് ഭീഷണിപ്പെടുത്തി, എന്തിനാണ് നിനക്ക് ബൈലോ എന്ന് ചോദിച്ചിട്ട്. അതൊരു കാര്യം. പിന്നെ B ഉണ്ണികൃഷ്ണൻ നമ്മൾ കംപ്ലയിൻറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ കംപ്ലയിൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. മെയിലാണ് ചെയ്തത്. അദ്ദേഹം ഒരു റിപ്ലൈയും ഇതുവരെ തന്നിട്ടില്ല. ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ എൻ്റെ പേരും ഈ എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരും എൻ്റെ സഹപ്രവർത്തകരുടെ പേരും വളരെ മോശമായിട്ട് ഞങ്ങളെ വലിച്ചയച്ച് കീറി. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ലേഡീസിന് മാത്രം, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ വർക്ക്, അതായത് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലേക്ക് മാത്രമേ വർക്ക് പോകുന്നുള്ളൂ. അതിന് ഞങ്ങളിവിടെ സാറിന് സെക്രട്ടറി അടുത്ത് പ്രദീപിനെ അടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നത് ഇവിടെ ജോലി അധികം ഇല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി തരേണ്ടതെന്ന്. അപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് മാത്രം ജോലി പോകുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റം എന്തായാലും കൊണ്ടുവരണം. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ യൂണിയൻ സെപ്പറേറ്റ് ആക്കി തന്നെ, ഹെയർ യൂണിയൻ സെപ്പറേറ്റ് ആക്കി തന്നാൽ മാത്രമേ സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ കടന്നാക്രമണവും അവസാനിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധിക്കുന്നത്. ഇത് എത്ര ദിവസം നിങ്ങളുടെ ഈ സമരം തുടരും? അത് നിശ്ചയില്ല, ഞങ്ങൾ നീതി കിട്ടുന്നവരെ ഉണ്ടാവും. ഈ അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ട്രഷർ, അയാൾ ഓൾറെഡി ഒരു അബ്യൂസ് കേസിൽ സസ്പെൻഷൻ ആയിരുന്നു. അയാളെ വീണ്ടും കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ വീണ്ടും അയാളെ ഇതിൽ കയറ്റിയിരുത്തി. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ അടുത്ത് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയുടെ അടുത്ത് വർക്കിന് വിളിക്കുകയും ചെയ്തു. ആ വർക്കിന് വിളിച്ചിട്ട് രാത്രിയായാൽ നീ വീട്ടിലെത്തണമെന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വിളിക്കണമെന്നും, നീ മറ്റുള്ളവരുടെ അടുത്തൊക്കെ കൂട്ടുണ്ട്, നീ എല്ലാവരുടെ മുമ്പിൽ നീ എന്നെ സാറേന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ ചീഫായിട്ട് നിന്നെ കൊണ്ട് എനിക്ക് എന്താണ് ഉപകാരം? ഒരു സ്ത്രീ വർക്ക് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് പിന്നെ അയാൾക്ക് എന്ത് ഉപകാരമാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്? വീട്ടിലെത്തിയിട്ട് മെസ്സേജ് ഇട്ടോളൂ, പിന്നെ ഫ്രീ ആകുമ്പോൾ വിളിക്കണം. അത് ശരിയാവണ ദിവസമല്ല. നീ എൻ്റെ അടുത്ത് മാത്രം സംസാരമില്ല,
ഇന്ന സാറെന്ന് വിളി മറ്റുള്ളവരുടെ കൂടെയും. ഞാൻ ചീഫായി എന്നിട്ട് എനിക്കെന്ത് ഉപകാരം? നടക്കണ കേസല്ല അത്. എന്തായാലും ഫ്രീ ആകുമ്പോൾ വിളിക്ക്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഫെഫ്ക ഇതിന് കൃത്യമായൊരു നടപടി സ്വീകരിക്കണം. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ യുവതികളുടെ പരാതി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. ഇക്കാര്യത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നുമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ പ്രദീപ് രംഗനുമായി സംസാരിച്ചപ്പോൾ കമ്മിറ്റി കൂടിയതിന് ശേഷം ഇക്കാര്യത്തെപ്പറ്റി ഒരു പ്രതികരണം നടത്താമെന്നാണ് അദ്ദേഹവും പറയുന്നത്. ഏതായാലും ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ഈ റോഡ് സൈഡിൽ തന്നെ ഇവർ ഈ ഒരു പ്രതിഷേധ സമരം നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും പ്രത്യുഷിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.